പോക്സോ കേസിലെ ഒരു വിക്ടിമിൻ്റെ കേസ് സെറ്റിൽ ചെയ്ത് വിക്ടിമിന് കൊടുക്കാനെന്ന് പറഞ്ഞ് പ്രതിയുടെ അടുത്തു നിന്നും 40 ലക്ഷം രൂപ വാങ്ങിയെന്നും അത് വിക്ടിമിന് കൊടുക്കാതെ വിക്ടിം എനിക്കെതിരായിട്ട് കേസ് കൊടുത്തു എന്നും ഇന്ന് രാവിലെ റിയാസ് മൗലവിയുടെ ഭാര്യയും കുടുംബവും അപ്പീൽ ബോധിപ്പിക്കാൻ വേണ്ടി എന്നെ തന്നെ സമീപിച്ചു. അതായത് വിക്ടിം അപ്പീൽ ബോധിപ്പിക്കാൻ വേണ്ടി എന്നെ തന്നെ സമീപിച്ചു. അതിൻ്റെ പിന്നാലെ KM ഷാജി ഒരു പത്രസമ്മേളനം വിളിച്ച് നിങ്ങളോട് പറഞ്ഞ കാര്യം ഞാൻ വീട്ടിലെത്തുമ്പോഴാണ് അറിയുന്നത്. എൻ്റെ മകൾ, ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ 10 വയസ്സുള്ള മകൾ അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ കരഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇത്തരമൊരു ക്ലാരിഫിക്കേഷന് വരണം എന്ന് എനിക്ക് തോന്നിയത്. KM ഷാജി പറഞ്ഞത്, KM ഷാജി തികച്ചും രാഷ്ട്രീയം കളിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. KM ഷാജി പറഞ്ഞത് പോക്സോ കേസിലെ ഒരു വിക്ടിമിൻ്റെ കേസ് സെറ്റിൽ ചെയ്ത് ആ വിക്ടിമിൻ്റെ അടുത്ത് നിന്നും, അതായത് വിക്ടിമിന് കൊടുക്കാനെന്ന് പറഞ്ഞ് പ്രതിയുടെ അടുത്തു നിന്നും 40 ലക്ഷം രൂപ വാങ്ങിയെന്നും, അല്ലേ? അങ്ങനെയല്ല, അത് വിക്ടിമിന് കൊടുക്കാതെ വിക്ടിം എനിക്കെതിരായിട്ട് കേസ് കൊടുത്തു എന്നും ഒന്ന് നമ്പർ 1 ആരോപണം. ഞാൻ KM ഷാജിയെ വെല്ലുവിളിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു കേസ് വിക്ടിം എനിക്കെതിരായിട്ടൊരു പരാതി കൊടുത്തു എന്ന് KM ഷാജി ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു രേഖ കൊണ്ടുവന്ന് തെളിയിച്ചു തരികയാണെങ്കിൽ, ഞാൻ ഇന്നുമല്ല നാളെ മുതൽ, ഇന്ന് അയാൾ പത്രസമ്മേളനം നടത്തി ആ രേഖ കാണിച്ചു തരികയാണെങ്കിൽ നാളെ മുതൽ ഞാൻ ഈ വക്കീൽ പണി സ്റ്റോപ്പ് ചെയ്യും. നേരെ മറിച്ച് KM ഷാജിക്ക് വക്കീൽ പണി, അതായത് ഈ പണി, അതായത് അവൻ്റെ രാഷ്ട്രീയം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വളരെ ലജ്ജ തോന്നുന്നു. കാരണം ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടി നിന്നിട്ട് ആ കുടുംബം ഇന്നും എന്നെ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പം രാഷ്ട്രീയം കളഞ്ഞ് KM ഷാജി എനിക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എനിക്ക് മനസ്സിലായത് അയാളുടെ പ്രസ്താവനയിൽ ഞാൻ പ്രതിപക്ഷ നേതാവിനെതിരെ എന്തോ പ്രസ്താവന ഇറക്കിയെന്നും അപ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടില്ലേ എന്നൊക്കെയാണ് ചോദിച്ചത്. എൻ്റെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ തന്നെയാണ്, അത് KM ഷാജിക്ക് മാറ്റാനോ അല്ല. എനിക്കൊന്ന് പറയാനുള്ളത്, ആരോപണം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാൻ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ആരോപണം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാൻ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. എന്നാൽ MLA KM ഷാജി എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കോഴ എന്നൊരു വാക്ക് അതിൽ നിങ്ങൾക്ക് മുഴച്ചു നിൽക്കുന്നത് കാണാം. ഏത് പോക്സോ കേസിലാണ് ഇത്തരമൊരു സംഭവം എന്ന് വ്യക്തമാക്കാൻ KM ഷാജി ബാധ്യസ്ഥനാണ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാം. എനിക്ക് ഏതായാലും KM ഷാജി ഇത് പറഞ്ഞതുകൊണ്ട് എനിക്കൊരു അവസരം കിട്ടിയത് കൊണ്ട് ഞാൻ പറയാം. 2013 വർഷത്തിൽ നടുവണ്ണൂരുള്ള ഒരു കുടുംബം എൻ്റെ അടുത്ത് ബാലുശ്ശേരിയിലുള്ള ഒരാൾക്കെതിരായിട്ട് ഒരു കേസ് കൊടുക്കാൻ വേണ്ടി, ഞാൻ പേര് വേണമെങ്കിൽ വെളിപ്പെടുത്താൻ, ബാലുശ്ശേരിയുള്ള ഒരാൾക്കെതിരായിട്ട് ഒരു കേസ് കൊടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു 2013 വർഷത്തിൽ. ആ കേസ് ഫ്രോഡുലന്റ് മാരേജ്, അതായത് മാരേജ് ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് യഥാർത്ഥ മാരേജ് ഇല്ലാതെ ആ സ്ത്രീയെ കല്യാണം കഴിച്ച്, പോക്സോ വിക്ടിമെന്നല്ല, ആ സ്ത്രീയെ കല്യാണം കഴിച്ച് യഥാർത്ഥ മാരേജ് ഇല്ലാതെ കല്യാണം കഴിച്ച് താമസിപ്പിച്ചു, യൂട്ടിലൈസ് ചെയ്തു എന്നായിരുന്നു കേസ്. ആ കേസിൽ ഞാൻ പേരാമ്പ്ര കോടതിയിൽ അയാൾക്കെതിരായി, അതായത് ഞാൻ പേര് പറയണില്ല, വേണമെങ്കിൽ ഞാൻ വെളിപ്പെടുത്തും, ഇപ്പം ഞാൻ വെളിപ്പെടുത്തുന്നില്ല, അയാൾക്കെതിരായിട്ട് ഞാൻ കേസ് കൊടുത്തു. അതായത് ഈ കുടുംബത്തിന് വേണ്ടി അയാൾക്കെതിരായിട്ട് കേസ് കൊടുത്തപ്പം അയാൾ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കോടതിയും കേരള ഹൈക്കോടതി വരെയും മുൻകൂർ ജാമ്യം അപേക്ഷിച്ചു. എന്നാൽ അയാളുടെ മുൻകൂർ ജാമ്യം തള്ളിപ്പോയി. അങ്ങനെ തള്ളിപ്പോയതിന് ശേഷം അയാൾ റിമാൻഡ് ചെയ്തു. റിമാൻഡ് ചെയ്തപ്പം അയാൾ ജയിലിലിരുന്നു കൊണ്ട് ഈ കുടുംബവുമായിട്ട് കോഴിക്കോടുള്ള അഡ്വക്കേറ്റ് അനീഫയുടെ അടുത്ത് പോയിട്ട്, നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് പോയിട്ട് അയാളെ കേസ് സെറ്റിൽ ചെയ്യാണ്. അത് ഏകദേശം 2013 11 വർഷം മുമ്പെയാണ് സംഭവം. അതിനുശേഷം ആ കേസിൽ കോടതി അയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയും അയാളെ വെറുതെ വിട്ട് 5 വർഷത്തിന് ശേഷം ഈ കുടുംബത്തിനെതിരായിട്ട്, അതായത് ഞാൻ കേസ് കൊടുത്ത കുടുംബത്തിനെതിരായി അയാൾ തിരിച്ചൊരു കേസ് കൊടുത്തപ്പോൾ അയാൾ എന്നെയും ഒരു എതിർകക്ഷിയാക്കി. അന്ന് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. അല്ലാണ്ട് നിങ്ങൾക്ക് കാണാം ജീവിക്കുന്ന തെളിവുകൾ. അല്ലാതെ KM ഷാജി പറഞ്ഞതുപോലെ ഏതെങ്കിലും പോക്സോ കേസിൽ ഒരു വിക്ടിം എന്നെ കേസ് സെറ്റിൽ ചെയ്യാൻ സമീപിക്കുകയോ, അങ്ങനെ വിക്ടിം കേസ് സെറ്റിൽ ചെയ്തിട്ട് ആ വിക്ടിം എനിക്കെതിരെ ഒരു പരാതി കൊടുത്തു എന്ന് KM ഷാജി തെളിയിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നു, നാളെ മുതൽ ഈ ഓഫീസിൽ ഞാൻ കാലുകുത്തില്ല, ഞാൻ ഈ വക്കീൽ പണി നിർത്തും.
ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കാം, എനിക്ക് പ്രതിപക്ഷ നേതാവുമായിട്ട് യാതൊരു വിരോധവുമില്ല. ഇപ്പോൾ ഇവർ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഓരോ പ്രാവശ്യം ചെയ്യുന്നത് ഇന്ന് രാവിലെ സെയ്ത ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു ആരോപണമെന്ന് എല്ലാവർക്കും, അന്നം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. അറിയാലോ, കെ എം ഷാജിക്കെതിരെ വന്ന ആരോപണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ആരോപണ വിധേയനായ കെ എം ഷാജി അങ്ങനെയാണെങ്കിൽ ഒരു MLA ആയിട്ട് ഇപ്പം നിയമസഭയിൽ തുടരാൻ അർഹതയുണ്ടോ അയാൾക്ക്? അതുകൊണ്ടൊരു കുടുംബത്തെ ഞാൻ വീണ്ടും പറയുന്നു, അതായത് കെ എം ഷാജിയോട് വീണ്ടും ഞാൻ പറയുന്നു, എനിക്കാളെ നേരിട്ടറിയില്ല, ഒരു കുടുംബത്തിനെ വേട്ടയാടാൻ വേണ്ടി വരരുത്. അതുമാത്രമല്ല, ഇതുകൊണ്ട് ഞാൻ വക്കീൽ പണി നിർത്തിക്കളയുമെന്നൊരു തോന്നൽ കെ എം ഷാജിക്കോ അല്ലെങ്കിൽ അയാളെ പടച്ചു വിടുന്ന ആളുകൾക്കോ ഉണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നിങ്ങളുടെ മുമ്പിൽ പത്രപ്രസ്താവന നടത്തുന്ന സമയത്ത് തന്നെ കെ എം ഷാജി കാരോ എഴുതി കൊടുത്തൊരു പേപ്പറിൽ നിന്നാണ് ഇത് പറയുന്നതെന്ന് ഞാൻ വളരെ സൂക്ഷിച്ച് കണ്ടു. അല്ലേ, ശരിയല്ലേ? നിങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലേ? ഏതോ പേപ്പറിൽ ആരോ എഴുതി കൊടുത്ത കാര്യമാണ്. ആ പേപ്പറിൽ എഴുതി കൊടുത്ത തികച്ചും അതായത് ഒരു തരത്തിലും സത്യമല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം, അതായത് സെയ്തയുടെ അപ്പീൽ ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നടത്തി കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആരോപണം പോവും എന്നുള്ള പേടിയിലും സെയ്ത ഗവൺമെൻറ്റിനെതിരായിട്ട് ആരോപണം ഉന്നയിക്കാത്ത കാലത്തോളം പിടിച്ചു നിൽക്കാൻ കെ എം ഷാജിയെ പോലത്തെ ആളുകൾക്ക് വേറെ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സെയ്തക്ക് എന്ത് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാലും സെയ്തയും കുടുംബവും എൻ്റെ കൂടെ നിൽക്കുന്ന കാലത്തോളം ഞാൻ ആ കുടുംബത്തിന് വേണ്ടി നിൽക്കും. സുപ്രീം കോടതി വരെ കേസ് നടത്തുകയും ചെയ്യും. തികച്ചും ഷാജിക്കെതിരായിട്ട് ഞാൻ നിയമ നടപടി എടുക്കും. ഷാജിക്ക് നിയമം എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. ഷാജി ഈ നിയമ നടപടി, അതായത് ഈ നിയമ നടപടി നേരിടാൻ ഷാജി കോഴിക്കോട് കോടതിയിൽ വരേണ്ടി വരും. മാനനഷ്ട കേസ് കൊടുക്കും, ക്രിമിനലും കൊടുക്കും, സിവിലും കൊടുക്കും. എനിക്ക് ജീവിക്കുന്ന തെളിവുകളുണ്ട് എൻ്റെ മുമ്പിൽ. ആരെങ്കിലും എന്തെങ്കിലും കുറിപ്പ് കൊടുത്തിട്ട് അറിയാതെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആവരുത് രാഷ്ട്രീയം. നിങ്ങൾക്കറിയാലോ, ഞാൻ ഒരിക്കൽ കൂടി പറയും, നിങ്ങൾക്കറിയാലോ, ആരോപണം എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാൻ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. എന്നാൽ കെ എം ഷാജി എന്ന് ഇപ്പം ഗൂഗിൾ ചെയ്തു. ഇപ്പം ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴാണ് ഈ ഷാജി എന്ന്, എനിക്ക് കെ എം ഷാജി എന്നല്ലാതെ എനിക്ക് അയാളുടെ പശ്ചാത്തലമൊന്നും എനിക്കറിയില്ലായിരുന്നു. കെ എം ഷാജി എന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ ഇത്രയും ആരോപണ വിധേയനായ ഒരു വ്യക്തി, ഒരാരോപണവുമില്ലാത്ത ഒരാൾക്കെതിരെ, അതായത് ഈ ഒരു പോക്സോ കേസിൻ്റെ ഒരാരോപണവും, എൻ്റെ മകളെന്നോട് ആദ്യം ചോദിച്ചത് അച്ഛൻ പോക്സോ കേസിൽ പ്രതിയാണെന്നാ. കാരണം ഇത് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെയാണ് വരുന്നത് TV-യിൽ. ആരോ എഴുതി കൊടുത്ത ഒരു കടലാസ് അദ്ദേഹം അടുത്ത് വെക്കുന്നുണ്ട്, കയ്യിൽ വെക്കുന്നുണ്ട്. ആധികാരികമായി നിങ്ങളെ കാണിക്കാൻ അയാൾക്ക് ധൈര്യമുണ്ടോ? ഏത് വ്യക്തിമാണ്, അതായത് പണം വാങ്ങിയിട്ട് അയാൾക്ക് കൊടുത്തില്ല എന്ന് ഏത് വ്യക്തിമാണ് പരാതി കൊടുത്തത് എന്ന് വെളിപ്പെടുത്താൻ കെ എം ഷാജിക്ക് ധൈര്യമുണ്ടോ? അതുകൊണ്ട് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, റിയാസ് മൗലവി കേസ് അതായത് അപകടത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രമമെങ്കിൽ കെ എം ഷാജിയോട് ഞാൻ പറയണു, അതായത് ഞാൻ ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ ആ കേസ് അങ്ങേയറ്റം വരെ പോകും. ആ കുടുംബത്തിന് വേണ്ടി അങ്ങേയറ്റം വരെ ഞാൻ നിലനിൽക്കും. സൗജന്യമായിട്ടാണ് ആ പേര് തീരുമാനിച്ചത്. കാരണം റിയാസ് മൗലവിയുടെ കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാണ്. അവരോട് ഞാൻ ഒരു പൈസയും ഞാൻ ചോദിച്ചിട്ടില്ല. അതായത് അത് നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്, സൗജന്യമായതുകൊണ്ടാണ് എന്നെ ഏൽപ്പിക്കുന്നത് എന്നുള്ള നിലക്ക് ഒരിക്കലും പോകരുത്. ഫീസിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ആ കുടുംബത്തിൻ്റെ വേദനയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. മാത്രമല്ല, ആ കുടുംബം, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പേപ്പറിൽ ഒരു പ്രസ്താവന കണ്ടിട്ടുണ്ട്, ആ കുടുംബത്തെ മറ്റാരോ ഏറ്റെടുത്തു എന്ന്. അത് നിൽക്കാത്തത് കൊണ്ട്, അവർ പറഞ്ഞ വക്കീലന്മാർക്ക് കൊടുക്കാത്തത് കൊണ്ടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് കെ എം ഷാജി ഇപ്പം കഥകൾ പടച്ചു കൊണ്ടുവരുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ വീണ്ടും കെ എം ഷാജി, ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഞാനിത് നിങ്ങളെ അതായത് കെ എം ഷാജിയെ വെല്ലുവിളിച്ചത് ഏത് പോക്സോ കേസിലെ വ്യക്തിമാണ് പരാതി കൊടുത്തത് എന്ന് കെ എം ഷാജി കൊണ്ടുവരട്ടെ. സൈദയുടെ വക്കാലത്ത് ഞാൻ നാളെ മാറും. അതായത് ഏത് വ്യക്തിമാണ് അങ്ങനെ പരാതി കൊടുത്തത് എന്ന്, അങ്ങനെ ആരോപണം കെ എം ഷാജി തെളിയിച്ചാൽ, ഏത് വ്യക്തിമാണ് എനിക്കെതിരെ പരാതി കൊടുത്തത് എന്ന് കെ എം ഷാജി തെളിയിച്ചാൽ, ഞാൻ നാളെ കെ എം ഷാജി പറയുന്ന വക്കീലിനെ ഈ കേസ് ഏൽപ്പിക്കാൻ തയ്യാറാണ്. സൈദയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ